നമസ്കാരം. ശബരിമല തന്ത്രി രാജീവ് കണ്ഠരർ സ്വാഭാവിക ജാമ്യം നേടി ഈ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് സംബന്ധിച്ച് എന്തായിരുന്നു SIT പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തിൻ്റെ മേൽ ചുമത്തിയ കുറ്റം, അത് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ മറുവാദം എന്തായിരുന്നു, കോടതിയിൽ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ മറുവാദം എന്തായിരുന്നു എന്നതിൻ്റെ വസ്തുതകളെല്ലാം തത്വമയി ന്യൂസും മറ്റ് പല സാമൂഹ്യ നിരീക്ഷകരും ഇതിനോടകം പ്രേക്ഷകരുടെ മുമ്പിൽ നിരത്തിയതിനാൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. മറിച്ച് ഈ തന്ത്രി കോടതിയിൽ ഉയർത്തിയ ഒരു വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില നിരീക്ഷണങ്ങൾ നടത്തുകയാണ് ഉദ്ദേശം, അല്ലെങ്കിൽ ചില സത്യങ്ങൾ തിരയുകയാണ് ഉദ്ദേശം, പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് ഉദ്ദേശം. അപ്പോൾ എന്തായിരുന്നു ആ വാദമെന്ന് ചോദിച്ചാൽ, സ്ത്രീ പ്രവേശനത്തെ, അതായത് ഇടതുപക്ഷ സർക്കാർ സുപ്രീം കോടതിയുടെ വിധിയുടെ മറവ് പിടിച്ച് ശബരിമലയിൽ ഇരുട്ടിൻ്റെ മറവിൽ സ്ത്രീകളെ കയറ്റിയത് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നയത്തെ എതിർത്തതിൻ്റെ പകയായിട്ടാണ് തന്നെ കേസിൽ കുടുക്കിയത് എന്ന തന്ത്രിയുടെ വാദം ഏതാണ്ട് തത്വത്തിൽ അംഗീകരിച്ച മട്ടിലാണ് കൊല്ലം വിജിലൻസ് കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. കാരണം ജാമ്യം അനുവദിച്ച് പ്രസ്താവിച്ച വിധിയിൽ അസന്നിഗ്ധമായി കോടതി പറഞ്ഞു വയ്ക്കുന്നുണ്ട്, തന്ത്രിക്കെതിരെ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ഈ നിമിഷം തെളിവിൻ്റെ ഒരു കണിക പോലും ഹാജരാക്കുവാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല എന്ന് കോടതിയുടെ നിരീക്ഷണമുണ്ട്. അപ്പോൾ ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ തന്ത്രി പറഞ്ഞത് ഏറെക്കുറെ സത്യമാകാനാണ് സാധ്യത. കാരണം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, വിവാദമായ ശബരിമല സ്ത്രീ പ്രവേശന വിഷയം കേരളത്തിൽ കത്തി നിൽക്കുന്ന വേളയിൽ തന്ത്രി രാജീവ് കണ്ഠരർ എല്ലാ കാലത്തും സ്ത്രീ പ്രവേശനത്തെ എതിർത്തുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഇരുട്ടിൻ്റെ മറവിൽ തലയിൽ മുണ്ടിട്ട് ആക്ടിവിസ്റ്റുകളെ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി ശബരിമല തിരുനടയിലൂടെ ഓട്ടപ്രദർശനം നടത്തിച്ച് പുറത്തെത്തിച്ച പോലീസുകാരുടെ വിക്രിയകൾക്ക് ശേഷം അദ്ദേഹം നടയടച്ച് ശുദ്ധികലശം നടത്തുകയുണ്ടായി. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത്, ഇതിനോട് നയത്തോട് എതിർപ്പുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോവുകയോ ഇറങ്ങിപ്പോവുകയോ ആകാം തന്ത്രിക്ക് എന്നുള്ള രീതിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നത് എന്നുള്ളതും പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഓർക്കണം. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോഴത്തെ കാലത്തേക്ക് വരിക. കാരണം പിണറായി വിജയൻ്റെ മന്ത്രിസഭയ്ക്ക് അടിമുടി ഇളക്കം തട്ടിയൊരു വിഷയമായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഏതാണ്ട് അടിത്തറ തന്നെ പൂർണ്ണമായി ഇളകിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് പിണറായി സർക്കാർ. പക്ഷേ തന്ത്രിയുടെ അറസ്റ്റോടുകൂടി അവർക്ക് ശ്വാസം വിടുവാനായിട്ടുള്ള ഒരു ഇടവേള കിട്ടി, അല്ലെങ്കിൽ ഒരു അവസരം കിട്ടി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നുള്ളൊരു സംശയമെങ്കിലും ഉണ്ടായി. കാരണം തന്ത്രി ഉൾപ്പെടെ എല്ലാവരും കള്ളനാണ്, കോൺഗ്രസ്സുകാരും കള്ളനാണെന്നുള്ള മറ്റൊരു ആരോപണം പോറ്റി സോണിയാഗാന്ധിയുടെ കൂടെ, ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങൾ കൊണ്ടുവന്ന് ഇതിനെ മൊത്തത്തിൽ ഇതിനുമേൽ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് മേൽ ഒരു പുകമറ സൃഷ്ടിച്ച് എല്ലാവരും കള്ളന്മാരാണ്, അതുകൊണ്ട് ഞങ്ങൾ കള്ളന്മാരായതിന് കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ളൊരു പതിവ് ഇടതുപക്ഷ ന്യായീകരണമുണ്ടല്ലോ, ഒരു താത്വിക അവലോകനം അല്ലെങ്കിൽ വ്യാഖ്യാനം, അത് നടത്തി ഒരു പുകമറ സൃഷ്ടിച്ച് എങ്ങനെയെങ്കിലും തിരഞ്ഞെടുപ്പ് കടന്നുകൂടുക എന്നുള്ളൊരു തന്ത്രം ഇടതുപക്ഷം പ്രയോഗിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും വലിയ ഗൂഢാലോചനകളിലൊന്നായിരുന്നു തന്ത്രി രാജീവ് കണ്ഠരരുടെ അറസ്റ്റ് എന്ന് സംശയിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പ്രത്യേകിച്ച് തന്ത്രി അത്തരത്തിലൊരു വാദം കോടതിയിൽ ഉന്നയിച്ച് ജാമ്യം നേടി പുറത്തിറങ്ങിയത് കൊണ്ട്. തന്ത്രിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വിദഗ്ധർ പറയുന്നത് പോലെ കേസിനാസ്പദമായ യാതൊരു വിവരങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രതികരണവും നടത്തുവാനുള്ള അനുവാദം അദ്ദേഹത്തിനില്ല, കോടതിയുടെ വിലക്കുണ്ട്. കാരണം ജാമ്യ വ്യവസ്ഥകളിൽ പറയുന്നതാണത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുക അസാധ്യമാണ് ഈ അവസരത്തിൽ. എന്നാൽ ഇതിൻ്റെ ഒരു അവലോകനം നാം നടത്തുമ്പോൾ തീർച്ചയായും തന്ത്രിയെ പ്രതി ചേർത്ത് കഴിഞ്ഞാൽ ശബരിമല വിഷയത്തിൽ ഭക്തന്മാർക്കുണ്ടാകുന്നൊരു മനോവൈഷമ്യം താൽക്കാലികമായെങ്കിലും ഇടതുപക്ഷത്തിൽ നിന്ന് അവരുടെ ശ്രദ്ധ തിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലും, ഒപ്പം തന്ത്രി തന്നെ പറഞ്ഞതുപോലെ, കോടതിയിൽ ആരോപിച്ചതുപോലെ, ഇടതുപക്ഷത്തിന് അദ്ദേഹത്തോടുള്ള നീണ്ടകാല പകയുടെ ഒരു പരിണാമവുമായിട്ടും കൂടിയാകാം തന്ത്രിയെ ഈ കേസിൽ പെടുത്തിയത് അല്ലെങ്കിൽ അകപ്പെടുത്തിയത് എന്ന് സംശയിക്കാവുന്ന സാഹചര്യങ്ങളാണ് പൂർണ്ണമായും നമ്മുടെ മുമ്പിലുള്ള വസ്തുതകൾ എന്ന് പറയാതെ വയ്യ. ഒരു കാര്യം കൂടി പറയാം, ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഇപ്പോൾ നിരവധി സംശയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ തത്വമയി ന്യൂസിലൂടെ ഞാനും RPയും ഉൾപ്പെടെയുള്ളവർ പലരും ഈ ഇത്തരം സംശയങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച്. ഒപ്പം തന്നെ സനോജിയും കുമാർജിയുമായിട്ടുള്ള ചർച്ചകളിലുമൊക്കെ ഇത്തരം സംശയങ്ങൾ ഉയർന്നു വന്നിരുന്നു, പ്രേക്ഷകരുമായി അവ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അപ്പോഴെല്ലാം ഞാൻ വ്യക്തിപരമായി പറഞ്ഞിരുന്നൊരു കാര്യമുണ്ടായിരുന്നു, ഈ അന്വേഷണ സംഘത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന
എച്ച് വെങ്കടേഷ് എന്ന ഉദ്യോഗസ്ഥൻ കളങ്കമറ്റ ഒരു ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഉടമയാണ്. അതിലിപ്പോഴും സംശയമൊന്നുമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഒരു പുരോഗമനം കാണുമ്പോൾ മറ്റൊരു സംശയം അദ്ദേഹത്തെക്കുറിച്ച് ഉയരുന്നു എന്ന് പറയാതെ വയ്യ. അദ്ദേഹത്തെയും അന്വേഷണ സംഘത്തിലെ മറ്റംഗങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. കാരണം പലരെയും ഇടതുപക്ഷ സർക്കാർ തിരികെ കയറ്റിയതാണ്. അതിൽ പൂർണ്ണമായും ഹൈക്കോടതിക്കൊരു നിയന്ത്രണമില്ല. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്ന് പറയാമെങ്കിൽ പോലും പൂർണ്ണമായൊരു മേൽനോട്ടം ഹൈക്കോടതിക്ക് ഇക്കാര്യത്തിലുണ്ടോ? കാരണം തെളിവെടുക്കാൻ പോകുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ദൈനംദിന അന്വേഷണ പ്രവൃത്തികൾ അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിൻ്റെ പുരോഗമനം ഇവയെ സംബന്ധിച്ചുള്ള ദൈനംദിന വിവരങ്ങൾ ഹൈക്കോടതി എന്തായാലും നിരീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ സ്വീകരിച്ച് അവയെ വിമർശിക്കുകയോ അല്ലെങ്കിൽ മുന്നോട്ട് പോകുവാനുള്ള അനുവാദം കൊടുക്കുകയോ ചെയ്യുക. അങ്ങനെയുള്ളൊരു നടപടിക്രമമല്ല ഈ അന്വേഷണത്തിൽ നടക്കുന്നത്. കാലാകാലങ്ങളിൽ അന്വേഷണത്തിൻ്റെ ഒരു വിവരങ്ങൾ ഒരു റിപ്പോർട്ടായി അന്വേഷണ സംഘം സമർപ്പിക്കുന്നു. അതേ സംബന്ധിച്ച് വിമർശനങ്ങളോ അല്ലെങ്കിൽ അഭിനന്ദനങ്ങളോ നൽകി മുന്നോട്ട് പോകൂ എന്നുള്ള അനുവാദം ഹൈക്കോടതി നൽകുന്നു. അതാണ് ഒരു നടപടിക്രമമായി ഈ അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ തുടർന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് ടു റിപ്പോർട്ട്, ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച് അടുത്ത റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വരെയുള്ള ഇടവേളകൾ ഈ അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണങ്ങളിലോ അല്ലെങ്കിൽ അവരെടുക്കുന്ന തീരുമാനങ്ങളിലോ ആരെ പ്രതി ചേർക്കണം, ആരെ ഒഴിവാക്കണം എന്നതൊക്കെ സംബന്ധിച്ച് അവരെടുക്കുന്ന തീരുമാനങ്ങളിൽ ഹൈക്കോടതിക്ക് ദൈനംദിനമായ ഒരു ഇടപെടലില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ അന്വേഷണ സംഘത്തിൽ തിരിമറികൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെയേറെയാണെന്ന് മുൻപ് തന്നെ പ്രേക്ഷകരുമായി അത്തരം ആശങ്ക തത്വമയി ന്യൂസ് പങ്കുവച്ചിരുന്നു. അതിൻ്റെ ഒരു സാധൂകരണം എന്നുള്ള നിലയിലുള്ള പ്രവൃത്തികളാണ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് തന്ത്രി രാജീവ് കണ്ഠരുടെ കാര്യത്തിലെങ്കിലും നാം കാണുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഇനി എച്ച് വെങ്കടേഷിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അദ്ദേഹം കളങ്കമറ്റ ഒരു ഉദ്യോഗസ്ഥനാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഒരു കാര്യം പ്രേക്ഷകർ ചിന്തിക്കുക, ഇടതുപക്ഷ സർക്കാരിൻ്റെ കീഴിലുള്ളൊരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. കളങ്കരഹിതനായ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും അദ്ദേഹം സമ്മർദ്ദത്തിന് അടിപ്പെടില്ല എന്നതിനർത്ഥമില്ല. മുൻപ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അത് സംബന്ധിച്ച് ഏതാണ്ട് 38ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു. ആ കേസുകളുടെ എല്ലാം പരിസമാപ്തി വളരെ പെട്ടെന്നായിരുന്നു. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു ആധികാരികതയിലേക്കും അതിൻ്റെ സത്യാവസ്ഥയിലേക്കും സത്യസന്ധതയിലേക്കും ഒക്കെ നമുക്ക് സംശയത്തിൻ്റെ മുനകൾ ഉന്നയിക്കാം. പക്ഷേ 38 കേസുകൾ ഏതാണ്ട് ഒരേ സമയത്ത് വളരെ വേഗം പരിസമാപ്തിയിലെത്തിച്ച് ഇത് മുന്നോട്ട് പോകുന്നതിൽ കാര്യമില്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തി മടക്കി വെച്ച ഉദ്യോഗസ്ഥന്മാരിൽ പ്രമുഖനായിരുന്നു, അല്ലെങ്കിൽ ആ അന്വേഷണ സംഘത്തിൽ പ്രമുഖനായിരുന്നു എച്ച് വെങ്കടേഷ്. അദ്ദേഹം അത് എന്തെങ്കിലും സ്ഥാപിത താല്പര്യത്തിൻ്റെ പേരിൽ, അതായത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്ഥാപിത താല്പര്യത്തിൻ്റെ പേരിൽ ചെയ്തതാവാൻ യാതൊരു സാധ്യതയുമില്ല. എന്നാൽ ബാഹ്യ സമ്മർദ്ദങ്ങൾ, ഭരണപരമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, ഭരണതലത്തിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അക്കാര്യത്തിൽ എന്നുള്ളത് പ്രവചിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. സംശയത്തിൻ്റെ നിഴൽ അദ്ദേഹത്തിൻ്റെ മേൽ അന്ന് വീണിട്ടില്ല. പക്ഷേ ഇന്ന് വീഴുന്നതിൻ്റെ കാര്യം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഇടതുപക്ഷ സർക്കാരിനെ ഏതെങ്കിലും തരത്തിൽ അനുകൂലിക്കുകയോ അല്ലെങ്കിൽ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുകയോ, കഴിയാവുന്നത്ര പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുകയോ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറി ശബരിമല തന്ത്രിയെ ഉൾപ്പെടെ പ്രതിസ്ഥാനത്ത് നിർത്തി ഭക്തജനങ്ങളെ കൊണ്ട് അദ്ദേഹത്തെ വെറുപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിക്കുവാനുള്ള നീക്കങ്ങൾ നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു സംശയത്തിൻ്റെ നിഴൽ അദ്ദേഹത്തിൻ്റെ മേൽ വീഴുന്നത്. ഇടതുപക്ഷ സർക്കാരിൻ്റെ മേലും പിണറായി വിജയൻ്റെ മേലും വ്യക്തിപരമായിട്ട് ദേവസ്വം മന്ത്രിമാരായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന വാസവൻ, ഇവരുടെ മേലൊക്കെ സംശയത്തിൻ്റെ നിഴലല്ല, കൃത്യമായ സംശയങ്ങൾ തന്നെയാണ്, ചൂണ്ടുവിരൽ തന്നെയാണ്. ഇവരൊക്കെ കുറ്റവാളികൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം സ്വർണ്ണക്കൊള്ള നടന്നത് ഇവരുടെ ഭരണകാലത്താണ്. ഇവർക്കൊന്നും ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ ഇവരൊക്കെ എന്തിനാണ് ദേവസ്വം ബോർഡ് എന്നൊരു ബോർഡും വെച്ച് മന്ത്രിമാരായോ അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിമാരായോ ഒക്കെ ഇരിക്കുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ഉത്തരവാദിത്വം ഒരു മോഷണത്തിൻ്റെ തലത്തിലേക്ക് തന്നെ ആ ഉത്തരവാദിത്വം അവരെ കൊണ്ട് എത്തിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കാര്യത്തിൽ അദ്ദേഹം എന്തെങ്കിലും ഭരണതല സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി കോടതി തന്നെ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് തന്ത്രിയുടെ സ്വാഭാവിക ജാമ്യം. ആ ജാമ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി തന്ത്രി രാജീവ് കണ്ഠര് കോടതിയിൽ ഉയർത്തിയ വാദങ്ങൾ ഇവയെല്ലാം നമ്മോട് പറയുന്നത്
കോടതിയോടും പറയുന്നത്. എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും അയ്യപ്പൻ ഈ കേസ് ഉടനെ എങ്ങും തീർപ്പാക്കില്ല, ഉടനെ എങ്ങും വിടാൻ ഉദ്ദേശിച്ചിട്ടുമില്ല എന്നുള്ളതാണ് വ്യക്തമായി നമ്മുടെ മുമ്പിൽ തെളിയുന്നൊരു ചിത്രം. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.